ഹലോ ഗൈസ്, എൻ്റെ പേര് ജെയ്സ് എന്നാണ്. ഞാൻ ഇന്ന് ഈ ക്ലാസ് എടുക്കാൻ പോകുന്നത് ഒരു പുതിയ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജോബിനോ കരിയറിനായാലും വളരെ യൂസ്ഫുൾ ആയിരിക്കുന്ന ഒരു പുതിയൊരു സോഫ്റ്റ്വെയറിനെ പരിചയപ്പെടുത്താനാണ്. നമുക്കറിയാം, നമ്മുടെ നിത്യ ജീവിതത്തിൽ ഇഷ്ടം പോലെ ആപ്ലിക്കേഷൻസും സോഫ്റ്റ്വെയറും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ പല സോഫ്റ്റ്വെയർ ആയാലും ആപ്ലിക്കേഷൻസ് ആയാലും അത് നമ്മുടെ ടൈം കളയാനും അല്ലെങ്കിൽ നമ്മുടെ എന്റർടൈൻമെന്റ് പർപ്പസിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അല്ലേ. എന്നാൽ ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്ന ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്, ഒരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളായാലും അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിലും അവർക്ക് വളരെയേറെ ഉപകാരപ്പെടുകയും എന്നാൽ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരു സോഫ്റ്റ്വെയറിനെ പറ്റിയാണ്. പലരും ഒരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണെങ്കിൽ പലരും ഈ ഒരു സോഫ്റ്റ്വെയറിനെ പറ്റി എന്തായാലും കേട്ടിരിക്കും. അത് വേറൊന്നുമല്ല, ടാലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ തന്നെയാണ്. നിങ്ങളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളൊരു സ്വന്തം ഒരു ബിസിനസ് തുടങ്ങുന്ന ഒരാളാണെങ്കിലും എപ്പോഴും ഈ ഒരു സോഫ്റ്റ്വെയർ, ടാലി എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾക്കൊരു പ്ലസ് പോയിന്റ് ആയിരിക്കും. സോ എന്താണ് ടാലി, എന്താണ് ഈ സോഫ്റ്റ്വെയറിനെ കൊണ്ടുള്ള ഉപയോഗം, അതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. ടാലി എന്നൊരു വേർഡ് കേൾക്കുമ്പോൾ തന്നെ എപ്പോഴും ഒരു കൊമേഴ്സ് സ്റ്റുഡന്റിന് അല്ലെങ്കിൽ നിങ്ങളൊരു ബികോം പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിലും നിങ്ങൾക്കൊരു പേടിയായിരിക്കും. കാരണം ഞാനൊരു കൊമേഴ്സ് സ്റ്റുഡന്റ് ആണ്. ഞാൻ ഉൾപ്പെടെ എല്ലാ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന സ്റ്റുഡൻസിനും ഈ ടാലി എന്നൊരു വാക്ക് എപ്പോഴും കുഴപ്പം പിടിച്ചിട്ടുണ്ട്. കാരണം ടീച്ചേഴ്സ് എപ്പോഴും നമ്മളോട് ചോദിക്കുക, നിങ്ങളുടെ ബാലൻസ് ഷീറ്റ് ടാലി ആയോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലെഡ്ജർ ടാലി ആയോ, ഇനി അതും പോട്ടെ നിങ്ങളുടെ ക്യാഷ് സ്റ്റേറ്റ്മെന്റ് ടാലി ആയോ എന്നൊക്കെ ആയിരിക്കും. സോ ഈ ഒരു പ്രോസസ്, ഈ ടാലി ആക്കുക എന്ന് പറയുന്നത് ബാലൻസ് ചെയ്യുക എന്ന് തന്നെയാണ്. ഈ ഒരു നമ്മുടെ ബിസിനസ്സിനെയും അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ ചെയ്യുന്ന എന്തൊരു പ്രവൃത്തിയും, ഇപ്പൊ ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ അതെ, നമ്മുടെ അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽസ് കാര്യങ്ങളൊക്കെ ടാലി ആയിരിക്കണം. അതൊക്കെ ഒരു പക്കയായിരിക്കണം. എന്നാലേ നമുക്ക് നമ്മുടെ ബിസിനസിന്റെ പുരോഗമനമായാലും നമ്മൾ ബിസിനസ് എന്തിനാണ് ചെയ്യുന്നത്, അതിന്റെ ഫിനാൻഷ്യൽ റിസൾട്ട്സിനെ പറ്റിയൊക്കെ നമുക്ക് നല്ലൊരു അറിവും നമ്മുടെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മളെപ്പോഴും നമ്മുടെ കോളേജിലാണെങ്കിലും ക്ലാസ്സുകളിലാണെങ്കിലും നമ്മളെപ്പോഴും ചെയ്തു വരിക, നമ്മൾ ബുക്കില് ലെഡ്ജർ വരച്ച്, സ്കെയിലും പെൻസിലൊക്കെ വെച്ച് ലെഡ്ജറൊക്കെ വരച്ച് നമ്മൾ ജേർണൽ എൻട്രീസ് എല്ലാം പോസ്റ്റ് ചെയ്ത് ലെഡ്ജർ ഉണ്ടാക്കി, ട്രയൽ ബാലൻസ് ഉണ്ടാക്കി, അത് കഴിഞ്ഞ് നമ്മൾ P&L ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഓരോരോ നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലത്തിലെ കമ്പനി പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാൻ പറ്റുമോ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു മൾട്ടിനാഷണൽ കമ്പനി, ഫോർ എക്സാമ്പിൾ നമുക്കൊരു എയർടെൽ എടുക്കാം. ഒരു എയർടെൽ പോലെയുള്ള കമ്പനികൾക്കും അതിന്റെ ഡയറക്ടേഴ്സിനും അവർക്ക് ഡെയിലി ഇതിന്റെ ഫിനാൻഷ്യൽസ് അറിയണം. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചെയ്തിരുന്നത് ഒരു കൊല്ലത്തെ ഫിനാൻഷ്യൽസ് ഒരു 30 ട്രാൻസാക്ഷൻസ്, മാക്സിമം ഒരു 30 ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. അതെല്ലാം ജേർണൽ എൻട്രി ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ്. അതൊരു കൊല്ലത്തെ എന്നുള്ള അസംഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഒരു റിയൽ ലൈഫ് സിനാരിയോയിലേക്ക് വരുമ്പോൾ ഇതല്ല അവസ്ഥ. അത് ഒരു ദിവസം തന്നെ ഇങ്ങനത്തെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ബില്യൺസ് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. നിങ്ങളൊരു മൊബൈൽ റീചാർജ് ചെയ്യുന്നത്, നിങ്ങളൊരു എയർടെൽ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ ഒരു 150 രൂപ അടയ്ക്കുന്നു. അതും ഒരു ട്രാൻസാക്ഷൻ തന്നെയാണ്. എയർടെൽ കമ്പനിക്ക് അതൊരു സെയില് തന്നെയാണ്. സോ ഈ എയർടെൽ പോലെയുള്ള കമ്പനി അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ കമ്പനികൾ എങ്ങനെയാണ് അവരുടെ റിസൾട്ട് അറിയുക? അവർക്ക് അങ്ങനെ ഒരു അക്കൗണ്ടിനെ ഇങ്ങനെ ഒരു ബുക്കില് എല്ലാം വരച്ച് ലെഡ്ജറൊക്കെ വരച്ച് ചെയ്യുന്ന ഒരു അക്കൗണ്ടിനെ എടുക്കുകയാണെങ്കിൽ ഓരോ കസ്റ്റമറിനും ഓരോ അക്കൗണ്ടന്റിന് വേണ്ടി വരും. നമ്മുടെ നാട്ടിൽ അത്ര അക്കൗണ്ടന്റ് പോലും ഉണ്ടാവില്ല. സോ ഇവരെല്ലാം ചെയ്യുന്നത് ഓരോരോ സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടാലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയറും അത് തന്നെയാണ്, ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്.
എത്ര ട്രാൻസാക്ഷൻസ് ഉണ്ടായാലും നിങ്ങൾക്ക് ഒരു കൊല്ലം 1,00,000 ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വേണ്ട 10,00,000 കോടിക്കണക്കിന് ട്രാൻസാക്ഷൻ വെച്ചോ, അതെല്ലാം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ടാലിയിൽ എൻ്റർ ചെയ്യാനും നമുക്ക് അതുവഴി ഡെയിലി നമുക്ക് നമ്മുടെ ബാലൻസ് ഷീറ്റും പിയാനിലൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനും സാധിക്കും. ഓക്കെ, സോ ഇങ്ങനെ വളരെ യൂസ്ഫുൾ ആയ ഒരു സോഫ്റ്റ്വെയറെ പറ്റി അറിയുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴും ഒരു പ്ലസ് പോയിന്റ് ആയിരിക്കും. നിങ്ങളൊരു ഇന്റർവ്യൂവിന് ചെല്ലുമ്പോഴും ടാലിയെ പറ്റി നല്ലൊരു നോളജ് ഉണ്ടെന്ന് അറിയുന്നത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ +2 കഴിഞ്ഞവരാണെങ്കിലും അതെ, BCom-ലാണെങ്കിലും അതെ, ടാലിയെ പറ്റിയൊക്കെ ചെറിയ ബേസിക് കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു ബേസിക് ഓവർവ്യൂ നിങ്ങൾക്ക് തരിക എന്നുള്ളതൊന്നുമല്ല. നിങ്ങൾക്ക് ഇൻഡെപ്റ്റ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, നിങ്ങൾക്ക് എങ്ങനെ ടാലി ഉപയോഗിക്കണം, നിങ്ങൾ എങ്ങനെ അതിൽ ഓരോരോ റിപ്പോർട്ട്സും ഓരോരോ കാര്യങ്ങളും എങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നുള്ളത്. നിങ്ങൾ ചിലപ്പോൾ പലയിടത്തും നിങ്ങൾ പല കോച്ചിങ്ങുമായിട്ടോ അല്ലെങ്കിൽ ട്യൂഷനായിട്ടോ നിങ്ങൾ ടാലിക്ക് വേണ്ടി ഇഷ്ടംപോലെ കോഴ്സുകൾ തന്നെ നമ്മൾ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, അവർ മിക്കവരും ഉപയോഗിക്കുന്നത് എഡ്യൂക്കേഷൻ മോഡ് എന്ന് പറയുന്ന ഒരു മോഡിലായിരിക്കും. പക്ഷെ ഞാൻ ഇവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നത് ലൈസൻസ് ഉള്ളൊരു ഇതിലായിരിക്കും. അതിന്റെ എഫക്റ്റും അതിന്റെ ഗുണങ്ങളും വേറെയാണ് സോ അതിനെ പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സംസാരിക്കാം. സോ ഇതാണ് ജസ്റ്റ് ഒരു ടാലി സോഫ്റ്റ്വെയറിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് ആദ്യം തന്നെ ഒരു ടാലി സോഫ്റ്റ്വെയർ നമ്മുടെ ലാപ്ടോപ്പിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് പഠിക്കാം. സോ അതിനായി ആദ്യം തന്നെ നിങ്ങൾ ജസ്റ്റ് ഒരു നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതില് ജസ്റ്റ് ടാലി പ്രൈം ഒന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സൈറ്റിലേക്ക് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റും. ഇത് കണ്ടോ, ഇത് ടാലി എന്ന് പറയുന്ന അവരുടെ കമ്പനി അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയറിന്റെ ഒരു ഒഫീഷ്യൽ വെബ് പേജ് ആണ്. ഇതിൽ നമുക്ക് ഇപ്പോൾ നിലവിൽ നമ്മുടെ മാർക്കറ്റിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് ടാലി പ്രൈം 4.0 ആണ്. നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാൻ പോകുന്ന ടാലി പ്രൈം 4.0 അല്ല, ടാലി പ്രൈം 3.1 ആണ്. അതിനൊരു കാരണമുണ്ട്. അസ് ഓഫ് നൗ 4.0 എന്ന് പറയുന്ന ഒരു വേർഷൻ ജസ്റ്റ് റിലീസ് ആയിട്ടുള്ളൂ. അതങ്ങനെ വളരെ എല്ലാ കമ്പനീസോ അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ എല്ലാ ബിസിനസ്സുകാരും അത് ഉപയോഗിക്കുന്നൊന്നുമില്ല. അതില് ഇപ്പോ നമ്മുടെ മാർക്കറ്റിൽ പബ്ലിഷ് ആയിരിക്കുന്നത് ടാലി പ്രൈം 3.1 എന്ന് പറയുന്ന ഒരു വേർഷനാണ്. ഇനി 4.0 അത് പോപ്പുലർ ആവാൻ ഇതിനൊക്കെ കുറെ ടൈം എടുക്കും. ഇത് എപ്പോഴും നിങ്ങൾ ഓർക്കുക, ഒരു ബിസിനസ് ഒരിക്കലും ഒരു വേർഷൻ ഡൗൺലോഡ് ചെയ്ത് അത് എപ്പോഴും അപ്ഗ്രേഡ് ചെയ്യണം എന്നൊന്നുമല്ല. അത് വർഷങ്ങളെടുക്കാം. അല്ലെങ്കിൽ ഇൻ കേസ് പുതിയ ഗവൺമെന്റ് ലോസ് അങ്ങനത്തെ പല കാര്യങ്ങൾ വരുമ്പോഴാണ് ടാലി എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ പലരും അപ്ഡേറ്റ് തന്നെ ചെയ്യുക. കാരണം അപ്ഡേറ്റ് ചെയ്യുന്നതിനും പല ബിസിനസ്സുകാരും പൈസ കൊടുക്കണം. ഇങ്ങനെ ഒരു ലേറ്റസ്റ്റ് ലൈസൻസ്ഡ് വേർഷൻ എടുക്കണമെങ്കിൽ ഒരു ഫീസ് നമ്മൾ അടയ്ക്കണം. സോ അങ്ങനെ എപ്പോഴും ബിസിനസ്സുകൾ ചെയ്യുകയൊന്നുമില്ല. പിന്നെ ഈ ടാലി എന്ന് പറയുന്നത് ഒരു പുതിയ സോഫ്റ്റ്വെയർ അങ്ങനെയൊന്നുമല്ല. ടാലിയാണ് ഏറ്റവും പോപ്പുലർ ആയതും ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. ഇത് മാത്രമല്ല, ഇതല്ലാതെ ഞാൻ ഈ ടാലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ടാലി ERP 9 എന്ന് പറയുന്ന ഒരു വേർഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് ടാലി ERP 9 1.1 അങ്ങനെയൊക്കെ പറഞ്ഞ ഓരോരോ വേർഷൻസ് ഡെവലപ്പ് ആയി വന്നു. ടാലി ERP 9 എനിക്ക് തോന്നുന്നു ഇപ്പൊ ആരും ഉപയോഗിക്കുന്നത് തന്നെയില്ല. അതിന് വൺ ഓഫ് ദ റീസൺ എന്ന് പറയുന്നത് ഈ ഇൻവോയ്സിങ്, നമ്മുടെ GST പരമായി നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാമെങ്കിൽ ഇൻവോയ്സിങ് എന്ന് പറയുന്ന ഒരു GST, അതായത് 5 crores മുകളിൽ ടേൺ ഓവർ ഉള്ള ഒരു കമ്പനി ഈ ഇൻവോയ്സിങ് ആപ്ലിക്കബിൾ ആണ് എന്നുള്ള ഒരു ഗവൺമെന്റ് റോൾ ഉണ്ട്. അപ്പോൾ ERP 9 പോലെയുള്ള പഴയ വേർഷൻസിലൊന്നും ഈ ഇൻവോയ്സിങ് എന്ന് പറയുന്ന
ഫെസിലിറ്റി ഇല്ല. അതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 അല്ലെങ്കിൽ 3.1 അങ്ങനത്തെ ഉള്ള അല്ലെങ്കിൽ 4 അങ്ങനത്തെ ഉള്ള ടാലി പ്രൈം വേർഷൻസിലാണ് അതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് പഴയ ടാലിയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് നമുക്ക് കിട്ടുന്നതാണ്. അത് ജസ്റ്റ് ബ്രൗസറിൽ ടാലി പ്രൈം ഓൾഡ് വേർഷൻസ് ജസ്റ്റ് സെർച്ച് ചെയ്താൽ നമുക്ക് പഴയ വേർഷൻസ് ടാലി പ്രൈമിന്റെ പഴയ വേർഷൻസ് നമുക്ക് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. നിങ്ങളിത് നോക്കുകയാണെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഈ ഒരു സൈറ്റിൽ കയറുകയാണെങ്കിൽ ഇത്രയും വേർഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞ ERP9 5.5 അങ്ങനെ 6.1 അങ്ങനത്തെ ഇഷ്ടംപോലെ ഇവരുടെ സോഫ്റ്റ്വെയർസ് നമുക്ക് കിട്ടും. പക്ഷെ ഇതൊന്നും ഇപ്പൊ ആരും തന്നെ വളരെ റെയർ ആണ്. ചെറിയ ബിസിനസ്സുകളൊക്കെയാണ് ERP9 ഒക്കെ ഉപയോഗിക്കുന്നുള്ളൂ. മിക്കവരും അപ്ഗ്രേഡ് ആയി 2.1 3.1 ആ വേർഷൻസ് ഒക്കെയാണ് ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ വേർഷൻസും ഓരോരോ അപ്ഡേഷൻസ് ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. എന്നാ നമുക്ക് ഇന്ന് നമ്മളിപ്പോ മാർക്കറ്റിലെ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയ 3.1 വേർഷൻ വെച്ച് തന്നെ നമുക്ക് നമ്മുടെ ക്ലാസ് മുൻപോട്ട് പോകാം. ഓക്കെ, സോ ഇനി എങ്ങനെയാണ് നമ്മൾക്ക് ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക എന്നൊക്കെ നമുക്ക് പഠിക്കാം. സോ നമുക്കൊരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ ഓൾറെഡി ഒരു 3.1 എന്ന് പറയുന്ന ഒരു വേർഷൻ ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ വേറെ പല ടാലി വേർഷൻസ് ഉണ്ട്. ടാലി ERP9, ടാലി പ്രൈം, ടാലി പ്രൈം 2.0, ടാലി പ്രൈം 3 അങ്ങനത്തെ എല്ലാ വേർഷൻസും എൻ്റെ ഉണ്ട്. എൻ്റെ വർക്കുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾക്കാണ് ഞാൻ ബാക്കി വേർഷൻസ് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ ഒറ്റ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഏത് വേർഷൻസ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സോ ഇതാണ് എൻ്റെ ടാലി പ്രൈം 3.1. ഞാൻ അതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണ്. കണ്ടോ, ടാലി സോഫ്റ്റ്വെയർ ഒരിക്കലും സ്ലോ ഒന്നല്ല, വളരെ പെട്ടെന്നായിട്ട് ചെയ്യും. പിന്നെ പല വേർഷൻസ് ഒറ്റ സമയത്ത് അല്ലെങ്കിൽ പല സോഫ്റ്റ്വെയർസ് നമ്മൾ അറ്റ് എ ടൈം ഉപയോഗിക്കുമ്പോൾ ഓഫ് കോഴ്സ് ഏത് സോഫ്റ്റ്വെയർ ആണെങ്കിൽ സ്ലോ ആവും, അതൊക്കെ തന്നെയാണ്. സോ നമ്മൾ ഒരു ടാലി സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തു. ഒരു ടാലി സോഫ്റ്റ്വെയർ ആദ്യമായിട്ട് എടുക്കുമ്പോൾ തന്നെ വരുന്നത് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും. സോ ഇതില് നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. ആക്ച്വലി ഇതിൽ 4 കാണാം, പക്ഷെ ഞാൻ എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യത്തത് എഡ്യൂക്കേഷൻ മോഡ് എന്ന് പറയും. ഈ എഡ്യൂക്കേഷൻ മോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, അത് ഫ്രീ വേർഷൻ ആണ്. നമുക്ക് ലൈസൻസ് ഇല്ലെങ്കിലും നമുക്ക് ഇതിൽ വർക്ക് ചെയ്യാം. നമുക്ക് പഠിക്കാനൊക്കെ ആയിട്ട് ഒരു സാമ്പിൾ സോഫ്റ്റ്വെയർ എന്നുള്ള രീതിയിൽ കൊടുക്കുന്ന ഒരു മോഡാണ് എഡ്യൂക്കേഷൻ മോഡ്. ഇതിൻ്റെതായ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഇതിൽ പല ഫങ്ഷൻസും വർക്ക് ആവില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിൽ നമ്മളൊരു ട്രാൻസാക്ഷൻ എൻട്രീഡ് ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഡേ, ഒരു മന്തിന്റെ ഫസ്റ്റ് ഡേ മാത്രമേ ആ ട്രാൻസാക്ഷൻസ് ഇടാൻ പറ്റുള്ളൂ. ഇപ്പൊ ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും ഇത് എനേബിൾ ആവില്ല. അതിൽ നമുക്ക് ട്രാൻസാക്ഷൻസ് എൻട്രി ചെയ്യാനും പറ്റില്ല. നമ്മൾ ഇനിയുള്ളത് ലൈസൻസ് ഫ്രം നെറ്റ്വർക്ക്. ടാലി എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ എപ്പോഴും ഒരു നെറ്റ്വർക്ക് ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ഇത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. ഞാൻ ലൈസൻസിനെ പറ്റി പറഞ്ഞല്ലോ. ലൈസൻസ് ആക്ച്വലി 2 ടൈപ്പ് ലൈസൻസ് ഉണ്ട് മെയിൻ ആയിട്ട്. ഒന്ന് ഗോൾഡ് ലൈസൻസും പിന്നെ ഒന്ന് സിൽവർ ലൈസൻസ്. സിൽവർ ലൈസൻസ് എന്ന് പറയുന്നത് സിംഗിൾ യൂസർ ആണ്. അതായത് ഒരു സിസ്റ്റത്തിൽ ഒരു യൂസറിന് മാത്രമേ അത് ആക്സസ് ചെയ്യാനും അതിൽ വർക്ക് ചെയ്യാനും പറ്റുള്ളൂ. ഗോൾഡ് എന്ന് പറയുന്നത് മൾട്ടി യൂസർ ആണ്. അതായത് നിങ്ങൾ ഒരു കമ്പനിയിൽ ഒരേ വൈഫൈയില് അല്ലെങ്കിൽ ഒരേ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലാണ് നിങ്ങളുടെ സിസ്റ്റം എല്ലാം കണക്റ്റഡ് ആണെങ്കിൽ പലർക്കും നിങ്ങളുടെ കൊളീഗ്സിനെല്ലാം നിങ്ങളുടെ ലൈസൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ടാലിയിൽ വർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ,
അങ്ങനെ നമുക്ക് ഒരു നെറ്റ്വർക്കിലുള്ള ലൈസൻസ് വെച്ചിട്ട് ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷൻ, യൂസ് ലൈസൻസ് ഫ്രം നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ. ഞാൻ ഇതിപ്പോ സെലക്ട് ചെയ്യാണ്. കണ്ടോ, എന്റെ നെറ്റ്വർക്കിലുള്ള ഏതെങ്കിലും ലൈസൻസ് ആക്ടിവേറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കുന്നതാണ് ഈ ഒരു ഇത്. കണ്ടോ, ഞാനിപ്പോ എന്റെ വീട്ടിലാണ്. സോ ഇത് എന്റെ വീട്ടിൽ ഞാൻ എന്റെ വൈഫൈയിൽ കണക്ട് ചെയ്തുകൊണ്ട് എന്റെ ടാലി സോഫ്റ്റ്വെയർ, അത് എഡ്യൂക്കേഷൻ മോഡലാണ്. നിങ്ങൾക്ക് ടോപ്പ് ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ കാണാം ടാലി പ്രൈം എഡ്യൂക്കേഷൻ മോഡ് എന്ന് പറഞ്ഞാൽ കിടക്കുന്നത്. അപ്പൊ ആ ഒരു ലൈസൻസ് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന്റെ ഇതാണ് കാണിക്കുന്നത്, എഡ്യൂക്കേഷണൽ എന്ന് പറഞ്ഞുകൊണ്ട്. സോ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഞാനിപ്പോ എന്റെ വർക്ക് പ്ലേസിലാണെങ്കിൽ അവിടുത്തെ വൈഫൈ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്റെ ഒരു കൊളീഗ് ഇപ്പൊ ഒരു ഓൾറെഡി ടാലി പ്രൈം ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു സോഫ്റ്റ്വെയറിൽ നിന്ന് ആ ലൈസൻസ് എനിക്ക് ഷെയർ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ വേറെ ലൈസൻസ് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ വേറെ ആക്ടിവേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇൻ കേസ് നിങ്ങളുടെ ഓഫീസിൽ ഇപ്പൊ നിങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങളാണ് ആദ്യം ഒരു ദിവസം ടാലി ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഉണ്ട്, റീആക്ടിവേറ്റ് എക്സിസ്റ്റിംഗ് ലൈസൻസ്. അതായത് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു ലൈസൻസ് ഉണ്ട്, അതൊന്ന് റീആക്ടിവേറ്റ് ചെയ്യണം. ഓക്കെ, അത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റൈറ്റ് എന്ന് പറഞ്ഞു ചോദിക്കും, അത് യെസ് കൊടുക്കുക. സോ ഇങ്ങനെ ഒരു പോപ്പപ്പ് വരും. എന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടി ആ ടാലി പ്രൈം ഒന്ന് റീസ്റ്റാർട്ട് ആവും. ഓക്കെ, കണ്ടോ, ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഈ ഒരു നെറ്റ് ഐ ഡിയിലാണ്. ഇതിനൊരു പാസ്വേഡ് ഉണ്ടാവും. അത് നിങ്ങൾ ലൈസൻസ് പൈസ കൊടുത്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു നെറ്റ് ഐ ഡിയും പിന്നെ പാസ്വേഡ് നിങ്ങൾക്ക് കിട്ടും. സോ ഞാൻ പാസ്വേഡ് അടിക്കുകയാണ്. കണ്ടോ, അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കും. അതായത് എന്റെ ഈ ലൈസൻസ് ആരുടെയോ വേറൊരാളുടെ, എന്റെ കൊളീഗിന്റെ ആരുടെയോ ഒരാളുടെ ആക്റ്റീവ് ആയിട്ടാണ്. അപ്പൊ അത് സറണ്ടർ ചെയ്തതാണ്. ഞാൻ എസ് കൊടുക്കുകയാണ്. കണ്ടോ, ഇപ്പൊ എന്റെ ടോപ്പ് ലെഫ്റ്റ് സൈഡിൽ പോയാൽ കാണാം എഡ്യൂക്കേഷൻ മോഡ് മാറി ടാലി പ്രൈം ഗോൾഡ് എന്ന് പറയുന്ന ഒരു മോഡിലേക്ക് എത്തിയേക്കാണ്. ഇതാണ് എന്റെ ലൈസൻസ്. സോ ഓക്കെ, അപ്പോ ഏകദേശം ഇതിന്റെ ഒരു ഹോം സ്ക്രീൻ അല്ലെങ്കിൽ ഒരു ടാലിയുടെ ഒരു ഹോം സ്ക്രീൻ എന്ന് പറയുന്നത് ഏകദേശം ഇതാണ്. ഓക്കെ, ഇതിൽ അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നമ്മൾ ഇതിന്റെ എല്ലാ ഫീച്ചേഴ്സും എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, സോ ആദ്യത്തെ ഫീച്ചറിലേക്ക് പോവാം. നമുക്ക് ടോപ്പ് ലെഫ്റ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് കമ്പനി. നമ്മൾ എപ്പോഴും നിങ്ങളെല്ലാം വിചാരിക്കും ഈ ഒരു സോഫ്റ്റ്വെയർ ഒറ്റ ഒരു കമ്പനിക്ക് വേണ്ടിയാണ്. എന്നല്ല, ഈ ഒരു കമ്പനി നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിൽ എത്ര കമ്പനിയുടെ അക്കൗണ്ട്സ് വേണമെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാം. 10ഓ 20ഓ അക്കൗണ്ട്സ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ഇതെല്ലാം ഒരു ബാക്കപ്പ് ബേസിൽ വർക്ക് ചെയ്യുന്നതാണ്. ഓരോ കമ്പനിക്കും ഓരോ ബാക്കപ്പ് ഉണ്ടാവും, ഓരോ ഡാറ്റ ഉണ്ടാവും. സോ അതിന്റെ ബേസിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പോ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു കമ്പനി എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവും. ഇനി സോറി ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഒരു കാര്യം കൂടി അഡീഷണൽ ആഡ് ചെയ്യുകയാണ്. എപ്പോഴും നിങ്ങൾ ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഷോർട്ട് കട്ട്സ് അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങളുടെ സമയം ലാഭിക്കും. ഈ ഒരു ടാലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ ഇതിലും ഇഷ്ടം പോലെ ഷോർട്ട് കട്ട്സ് ഉണ്ട്. കീബോർഡിൽ ഇഷ്ടം പോലെ ഷോർട്ട് കട്ട്സ് ഉണ്ട്. അത് ഇതിലെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ടാലിയിലെ ഷോർട്ട് കട്ട്സ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ്. നിങ്ങളിപ്പോ ഞാൻ എടുത്തേക്കുന്ന ഈ കമ്പനി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ അതിന്റെ സൈഡിൽ K_ എന്നാണ്. ഈ അണ്ടർസ്കോർ എന്ന് ഉദ്ദേശിക്കുന്നത് ടാലിയിൽ വേറെ ഒന്നല്ല. നിങ്ങൾക്ക് ആ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിക്കണമെങ്കിൽ ഓൾട്ട് എന്ന് പറയുന്ന ടാബ്, നിങ്ങളുടെ കീബോർഡിൽ ഓൾട്ട് എന്ന് പറയുന്ന ടാബ് പ്രസ് ചെയ്യണം എന്നുള്ളതാണ്. സോ ഞാനൊന്ന് ജസ്റ്റ് ബാക്ക് അടിക്കുകയാണ്.
ഇതിലെനിക്ക് ഇനി ഞാൻ നേരത്തെ മൗസ് കൊണ്ടാണ് ആ കമ്പനി എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തത്. ഇനി ഞാൻ കീബോർഡിൽ ചെയ്യുകയാണെങ്കിൽ ഓൾട്ട് കെ അടിച്ചാൽ എനിക്ക് ആ ഒരു ഓപ്ഷൻ എന്താ പറയാ വിസിബിൾ ആയിട്ട് അല്ലെങ്കിൽ അത് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഇതില് ഇഷ്ടം പോലെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അത് ഓരോന്നും ഓരോ ഫങ്ഷൻസ് ഉണ്ട്. നമുക്ക് അത് ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം. സോ ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്രിയേറ്റ്. നമ്മൾ ആദ്യമായിട്ട് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ആ ഒരു ഓപ്ഷനിൽ ഞാൻ കാണാം. സോ ഇതില് ആദ്യം വരുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനാണ് നമുക്ക് തെളിഞ്ഞു വരാം. ഇതൊന്ന് ജസ്റ്റ് ബാക്ക് സ്പേസ് അടിക്കാം. സോ ഇവിടെ ഞാൻ ബാക്ക് സ്പേസ് അടിച്ചത് ഇപ്പോ ഇവിടെ ഒരു ഓപ്ഷനിലേക്ക് കയറി വന്നു, അതായത് കമ്പനി ഡാറ്റ പാത്ത്. കമ്പനി ഡാറ്റ പാത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഓരോ കമ്പനി നമുക്ക് ഇഷ്ടം പോലെ കമ്പനീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ ഓരോ കമ്പനിക്കും ഓരോ ഡാറ്റ പാത്ത് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡാറ്റ നമ്മുടെ ഈ കമ്പനിയിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം ഈ ഒരു ഡാറ്റ ഒരു ബാക്കപ്പിലേക്കാണ് പോയി കിടക്കുക. സോ ആ ബാക്കപ്പ് എവിടെ ആയിരിക്കണം എന്നുള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു നമുക്ക് ഏത് ഫോൾഡറിൽ വേണം ആ ഡാറ്റ കിടക്കുക എന്ന് കാണിക്കുന്ന നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇത്. സോ ഒരു എക്സാമ്പിളിലൂടെ ഞാൻ കാണിച്ചു തരാം, അതായിരിക്കും പറ്റും. സോ ഞാൻ എൻ്റെ ഡെസ്ക്ടോപ്പില് ഇവിടെ ഓൾറെഡി ഒരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പുണ്യാൾ അഗർബത്തീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ഫോൾഡറിൽ ഞാൻ എൻ്റെ കമ്പനി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് പുണ്യാൾ അഗർബത്തീസ് എന്ന് പറയുന്നത്. സോ ആ ഒരു കമ്പനി തന്നെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ അതിനായിട്ട് ഞാൻ ഡാറ്റ, എനിക്ക് ഈ ഒരു ഫോൾഡറിലാണ് ആ കമ്പനിയുടെ ബാക്കപ്പ് വന്ന് നടക്കേണ്ടത്. സോ ഞാൻ അതിനു വേണ്ടി ഈ പാത്ത് ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്യുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ എൻ്റെ ടാലിയിലേക്ക് വരികയാണ്. ടാലിയിൽ വന്നിട്ട് ആ ഒരു കമ്പനി ഡാറ്റ പാത്തില് കൺട്രോൾ വി വെച്ച് ആ പാത്ത് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തേക്കാണ്. സോ നിങ്ങൾക്ക് കാണാം പുണ്യാള അഗർബത്തീസ് എന്ന് പറയുന്ന ആ ഫോൾഡറിന്റെ ഇവിടെ വന്നിട്ടുണ്ട്, അതിന്റെ പാത്ത് കോപ്പി ആയിട്ടുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് ഒരു ഡ്രൈവിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിൽ നിന്നാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ഇത് ഇവിടെ സെലക്ട് ഫ്രം ടോപ്പ് റൈറ്റ് ഭാഗത്ത് ഈ ആരോ നിൽക്കുന്നിടത്ത് സെലക്ട് ഫ്രം ഡ്രൈവ്, അതായത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇഷ്ടംപോലെ ഡ്രൈവ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ മൈ കമ്പ്യൂട്ടർ എടുത്ത് ഇങ്ങനത്തെ ഓരോരോ ലോക്കൽ ഡ്രൈവ്സ് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉണ്ടാവും. ഇതിൽ എവിടെയെങ്കിലാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാവുന്നതാണ്, നോ ഇഷ്യൂസ്. ഓക്കെ, ഞാനിപ്പോ ഈ ഒരു എൻ്റെ പുണ്യാള അഗർബത്തീസ് എന്ന് പറയുന്ന ആ ഫോൾഡറിലാണ് ഞാൻ ആ കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ കമ്പനിയുടെ പേര് മറ്റൊന്നുമല്ല, പുണ്യാള അഗർബത്തീസ്. ഓക്കെ, ഞാൻ പേര് കൊടുത്തു. ഇനി മെയിലിംഗ് നെയിം, അതായത് ആ സെയിം പേര് തന്നെ, അതായത് നിങ്ങളിപ്പോ ഒരു ഇമെയിൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ അയക്കുകയാണെങ്കിൽ ആ ഒരു മെയിലിംഗ് നെയിം എന്ന് പറയുന്നത് പുണ്യാള അഗർബത്തീസ് തന്നെ ആയിരിക്കും. സോറി. അടുത്തതായിട്ട് നമ്മുടെ കമ്പനിയുടെ അഡ്രസ്, ഞാനിപ്പോ XYZ തൃശ്ശൂർ, കേരള. ഒരു അഡ്രസ് ജസ്റ്റ് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം. കേരള എന്ന് പറയുന്ന നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുന്നു.
പിൻകോഡ് 683580. ജസ്റ്റ് ഒരു പിൻകോഡ് ഞാൻ കൊടുക്കുകയാണ്. ടെലിഫോൺ ഇങ്ങനൊരു ജസ്റ്റ് ഒരു നമ്പർ, ജസ്റ്റ് നമ്മുടെ കമ്പനി ഉണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുടെ നമ്പർ കൊടുക്കുക, മൊബൈൽ ഉണ്ടെങ്കിൽ മൊബൈലും കൊടുക്കുക. ജസ്റ്റ് ഒരു നമ്പർ ഞാൻ കൊടുക്കുകയാണ്. ഇനി ഫാക്സ്, ഇതൊന്നും എന്താ പറയാ കമ്പൽസറി ആയിട്ട് കൊടുക്കേണ്ട ഫീൽഡ് ഒന്നുമല്ല. നിങ്ങൾ ജസ്റ്റ് പഠിക്കുമ്പോൾ ഇതൊന്നും ചെയ്തില്ല എന്ന് വെച്ചുകൊണ്ടും കമ്പനി ക്രിയേറ്റ് ആവാതിരിക്കില്ല. ജസ്റ്റ് പേര് കാര്യങ്ങളൊന്നും, ജസ്റ്റ് പേര്, അതുപോലെ തന്നെ സ്റ്റേറ്റ്, കൺട്രി, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഇതിൽ റെലവെന്റ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ ഓപ്ഷനിലാണ്. നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് വേണമെങ്കിൽ കൊടുക്കാം, വേണമെങ്കിൽ കൊടുക്കാതിരിക്കാം. ഫാക്സ് ഉണ്ടെങ്കിൽ ഫാക്സ് കൊടുക്കാം. ഇനിയിപ്പോ ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കാം. നിങ്ങളിപ്പോ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ കമ്പനിക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ആ വെബ്സൈറ്റിന്റെ അഡ്രസ്സ് കൊടുക്കാം. അടുത്തതായിട്ട് ഇനി ഫിനാൻഷ്യൽ ഇയർ, അതായത് നമ്മൾ യൂഷ്വലി നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഇയർ എപ്പോഴാണ് തുടങ്ങുന്നത്? 1st April മുതൽ 31st March വരെയാണ് ഒരു ഫിനാൻഷ്യൽ ഇയർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം. അപ്പൊ ആ ഫിനാൻഷ്യൽ ഇയർ എന്നാണ് തുടങ്ങുന്നത് ആ ഒരു ഡേറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ ബുക്സ് എന്നാണ് തുടങ്ങുന്നത് ആ ഒരു ഡേറ്റ് കൊടുക്കുക. അടിക്കുക. ഇനി ചോദിക്കുന്നത് ഇവിടെ ബേസ് കറൻസി സിമ്പിൾ ആണ്. നിങ്ങളിപ്പോ ഡോളർ ആണെങ്കിൽ, നിങ്ങളൊരു അമേരിക്കൻ കമ്പനിയുടെ ആണ് അക്കൗണ്ട് ചെയ്യുന്നതെങ്കിൽ ഡോളർ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പി ആയതുകൊണ്ട് ഇന്ത്യൻ റുപ്പിയുടെ ഇത് കൊടുക്കാം. അടിക്കുക. ഫോർമൽ നെയിം നമുക്ക് കൊടുക്കാം. US ഡോളർ ആണെങ്കിൽ USD എന്ന് കൊടുക്കാം. കനേഡിയൻ ഡോളർ ആണെങ്കിൽ CAD എന്ന് കൊടുക്കാം. ബ്രിട്ടീഷ് പൗണ്ട് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. സോ നിങ്ങളുടെ എന്താണ് ഇതൊക്കെ നിങ്ങളുടെ കമ്പനി ഉപയോഗിക്കുന്ന ഏത് സിമ്പിളാണ് അല്ലെങ്കിൽ കറൻസി ഏതാന്ന് വെച്ചാൽ അത് കൊടുത്തിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ ഇവിടെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ചോദിക്കും, യെസ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ വേറെ കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾ എങ്ങനെ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണം മുതലായ കാര്യങ്ങളൊക്കെയാണ്. അതിനെപ്പറ്റി നമുക്ക് അറിയാം. സോ ഇവിടെ ഞാൻ കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് ബാക്ക് സ്പേസ് അടിക്കുകയാണ്. അപ്പോൾ ഉണ്ടോ ഇവിടെ ഷോ മോർ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഷോ ഓൾ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ ഓൾ ഫീച്ചേഴ്സ് യെസ് ആയി കൊടുക്കണം. അപ്പോൾ ഉണ്ടോ കുറച്ചും കൂടി അധികം ഫീച്ചേഴ്സ് നമുക്ക് ഇവിടെ എനേബിൾ ആയി വന്നിട്ടുണ്ട്. സോ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം അക്കൗണ്ട്, നമ്മൾ റെക്കോർഡ് നമ്മൾ എൻട്രി ഇടുമ്പോൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ആദ്യം മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഒബ്വിയസ്ലി യെസ് കൊടുക്കുക. ഇനി ബിൽ വൈസ് എൻട്രി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. ടാലിയെ പറ്റി പറയുമ്പോൾ ഇത് ജസ്റ്റ് ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എന്ന് മാത്രം നിങ്ങൾ വിചാരിക്കരുത്. പല കമ്പനീസും ഇതിനെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആയിട്ടും കാണാറുണ്ട്. അതായത് നമ്മുടെ സെയില് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ തന്നെ ബില്ല് ചെയ്യാൻ പറ്റും. ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്, ഇതിനൊരു ബില്ലിന് തന്നെ ഒരു ഫോർമാറ്റ് ഉണ്ട്. അതെല്ലാം വളരെ സൂപ്പർ ഫോർമാറ്റ്സ് ആണ്. നമ്മുടെ ഇന്ത്യയിലെ ലീഗലായിട്ടുള്ള നമ്മുടെ ടാക്സ് കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള GST ആണെങ്കിലും GST ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫോർമാറ്റ് തന്നെയാണ് ടാലിയുടെ ഫോർമാറ്റ്. പേഴ്സണലി ഞാൻ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഞാൻ കണ്ടേക്കുന്ന ബിൽസിൽ ഏറ്റവും സൂപ്പർ ടാലിയുടെ ബില്ല് തന്നെയാണ്. കാരണം എല്ലാം ഡീറ്റെയിൽഡ് ആണ്, എല്ലാം പക്കയാണ്. ആ ഒരു രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. സോ ഇനി അടുത്തത് കോസ്റ്റ് സെന്റർ എന്ന് പറയും. ഇത് എന്താ പറയാ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അല്ല, കോസ്റ്റ് അക്കൗണ്ടിങ് ബേസ്ഡ് കാര്യങ്ങളാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എനേബിൾ ചെയ്യാം, വേണമെങ്കിൽ എനേബിൾ ചെയ്യാം. നമ്മൾ എന്തായാലും പഠിക്കാനുള്ളതായതുകൊണ്ട് ഞാൻ ഇത് എനേബിൾ ചെയ്യുന്നുണ്ട്. ഇതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി എനേബിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ പറയാ നമ്മൾ എന്തെങ്കിലും നമ്മളൊരു ചില ഇപ്പൊ ടാക്സ് അല്ലെങ്കിൽ GST മുതലായ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാം. അതൊക്കെ ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫീച്ചേഴ്സ് ആണ്. നമുക്കത് ഇപ്പൊ എനേബിൾ ചെയ്യേണ്ട, നമ്മളത് പയ്യെ എന്താ പറയാ എൻട്രീസ് ട്രാൻസാക്ഷൻസ് കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നമുക്കത് പയ്യെ എനേബിൾ ചെയ്യാം. നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട, ഈ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഇത് കഴിഞ്ഞും
നമ്മളിപ്പോ ട്രാൻസാക്ഷൻ എൻട്രി ചെയ്യുന്നതിന്റെ ഇടയിലാണെങ്കിലും നമുക്ക് ഇതൊക്കെ മോഡിഫൈ ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഇപ്പൊ പറയുന്നതൊക്കെ ഭേദം എനിക്ക് തോന്നുന്നു ഈ ചില കോംപ്ലക്സ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് എന്റെ ട്രാൻസാക്ഷൻസ് കാര്യങ്ങളൊക്കെ എൻട്രി ചെയ്യുമ്പോൾ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് അത് ഗ്രാസ്പ് ചെയ്യാനും പഠിക്കാനും പറ്റും. ഓക്കെ, അടുത്തത് ഇൻവെന്ററി. ഈ ഒരു സോഫ്റ്റ്വെയർ ഒരിക്കലും അക്കൗണ്ടിങ് മാത്രം ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ അല്ല. ഇതിന്റെ ഇൻവെന്ററി ഉണ്ട്, ടാക്സ് റിലേറ്റഡ് കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ അനാലിസിസ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് റിലേറ്റഡ് കാര്യങ്ങളും, അങ്ങനെ പല കാര്യങ്ങളും ഉള്ള ഒരു വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ടാലി എന്ന് പറയുന്നത്. സോ ഇൻവെന്ററിയിൽ മെയിൻറ്റെയിൻ ഇൻവെന്ററി, അതായത് നിങ്ങൾക്ക് 2-3 ഗോഡൌൺസ് ഉണ്ട്. അപ്പൊ ആ ഗോഡൌൺസ് റിലേറ്റഡ് ആയിട്ട് കുറെ ഇൻവെന്ററീസ് ഉണ്ട്. ആ ഇൻവെന്ററി കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇന്റഗ്രേറ്റ് അക്കൗണ്ട്സ് വിത്ത് ഇൻവെന്ററി, അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു സെയിൽസ് അടിക്കുമ്പോൾ ഇൻവെന്ററി ബേസ്ഡ് സെയിൽ അടിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ അതനുസരിച്ച് നിങ്ങളുടെ സ്റ്റോക്ക് എന്തോരം കുറയണം, അതനുസരിച്ച് നിങ്ങളുടെ അതാ നിങ്ങളുടെ പർച്ചേസ് ഓർഡറിന് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരണോ മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എന്താ പറയാ ഒരു ഫീച്ചറാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി മൾട്ടി പ്രൈസ് ലെവൽ, അതായത് പ്രൈസ് ലെവൽ ഫിക്സ്ഡ് ആണോ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇൻവെന്ററിയെ പറ്റിയൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് അതിനെ പറ്റി നോക്കാം. എനേബിൾ ബാച്ചസ്, അതായത് ബാച്ച് വൈസ് പ്രൊഡക്ഷൻ എന്നൊക്കെ പറയും. മാനുഫാക്ചറിങ് അക്കൗണ്ട്സ് ഒക്കെ അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ട്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ബാച്ച് വൈസ് പ്രൊഡക്ഷൻ ചെയ്യുന്ന പല പല കമ്പനീസ് ഉണ്ടാകും. അതായത് ഇപ്പൊ സൈക്കിളൊക്കെ ആണെങ്കിൽ ഒരു ബാച്ച് ആയിട്ട്, അതായത് ഇന്ന ബാച്ച് സൈക്കിൾസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ബാച്ച് വൈസ് ഇൻവെന്ററി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ ജോബ് ഓർഡർ പ്രോസസിങ്, അതായത് വേറൊരു ടൈപ്പ് ബിസിനസ് ആണ്. അതായത് കസ്റ്റമൈസ്ഡ് ബിസിനസ് ഒക്കെ ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ ചില കാർ, ഫെറാറി പോലുള്ള കാറൊക്കെ കസ്റ്റമൈസ്ഡ് ആണ്. അതായത് നിങ്ങൾക്ക് അതൊക്കെ വളരെ റയർ ആയിട്ട് 1-2 ജോബൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ആ ജോബ് അനുസരിച്ചുള്ള വർക്ക് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കോസ്റ്റ് ട്രാക്കിംഗ്, അതായത് നിങ്ങളുടെ കോസ്റ്റ് ഇപ്പൊ പർച്ചേസ് ആണോ കൂടുതൽ, അല്ലെങ്കിൽ മാർക്കറ്റിംഗിലാണോ നിങ്ങളുടെ കോസ്റ്റ് കൂടുതൽ, അങ്ങനെയൊക്കെ ഒരു ട്രാക്ക് വെക്കാനുള്ള ഒരു ഫീച്ചറാണ് അടുത്തത് കാണിക്കുന്നത്. ഈ ജോബ് കോസ്റ്റ് നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ജോബ് ഓർഡർ പ്രോസസിംഗ് ആയിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. അത് തന്നെയാണ് ജോബ് കോസ്റ്റ്. ഞാൻ ഉദ്ദേശിച്ച ജോബ് കോസ്റ്റ് തന്നെയാണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ജോബ് ഓർഡർ പ്രോസസിംഗ് എന്ന് മാത്രം. ഞാൻ പറഞ്ഞപ്പോ ജോബ് ഓർഡർ പ്രോസസിംഗിൽ തന്നെ ജോബ് കോസ്റ്റിന്റെ കാര്യം പറഞ്ഞു എന്ന് മാത്രമേ. അടുത്തത് ഡിസ്കൗണ്ട് കോളംസ് ഇൻവോയ്സ്, അതായത് നമ്മൾ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് നമ്മള് ഇപ്പൊ ചില പാർട്ടീസിന് ഡിസ്കൗണ്ട് കാര്യങ്ങൾ കൊടുക്കും. അപ്പൊ അതിന് വേണ്ടി ഒരു കോളം എനേബിൾ ചെയ്യണോ എന്നുള്ളതാണ്. അതൊക്കെ നമുക്ക് എൻട്രീസ് പോസ്റ്റ് ചെയ്യുമ്പോഴും ബില്ലിങ്ങിന്റെ ഒക്കെ ഫോർമാറ്റ് കാണിക്കുമ്പോഴൊക്കെ നമുക്ക് അതിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതും അതുമായിട്ട് ബന്ധപ്പെട്ട തന്നെ ഒരു ഫീച്ചേഴ്സ് ആണ്. നമുക്ക് ഇത് ഇപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാവില്ല. നമുക്ക് അതിനെ പറ്റിയൊക്കെ ഡീപ്പായിട്ട് ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം. അടുത്തത് ടാക്സേഷൻ ആണ്. നമ്മുടെ ഇന്ത്യ പോലുള്ള ഒരു കൺട്രിയിൽ നമുക്കറിയാം ഇഷ്ടംപോലെ ടാക്സ് ഉണ്ട്. ഇൻകം ടാക്സ് ഉണ്ട്, GST ഉണ്ട്, അതുപോലെ പല പല കാര്യങ്ങൾ. സോ അത് ആ ഒരു ഫീച്ചേഴ്സ് ഒക്കെ ഇത് മെയിൻ ആയിട്ട് വരുന്നത് GST റിലേറ്റഡ് ആണ്. അപ്പൊ GST റിലേറ്റഡ് ഫീച്ചേഴ്സ് ഒക്കെ എനേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ്. ഓക്കെ, ഇത് നമ്മളിപ്പോ ആദ്യം ചോദിക്കുന്നത് എനേബിൾ GST. നിങ്ങളൊരു GST രജിസ്റ്റേർഡ് പാർട്ടി ആണെങ്കിൽ ഇത് കൊടുക്കുക. ഇനി GST ഇല്ലാത്ത പാർട്ടി ആണെങ്കിൽ നിങ്ങൾ നോ കൊടുക്കാം. അപ്പോ അത് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ GST ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. എസ് ആണെങ്കിൽ. നോ ആണെങ്കിൽ GST റിലേറ്റഡ് ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കില്ല. ഇത് സ്റ്റേറ്റ് ഏതാന്നുള്ളത് കേരള ഓഫ് കോഴ്സ്. പിന്നെ രജിസ്ട്രേഷൻ ടൈപ്പ്, നിങ്ങൾ GST പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം നമുക്ക് പല പല ടൈപ്പ് ഓഫ് രജിസ്ട്രേഷൻ ഉണ്ട്. റെഗുലർ ആയിട്ട് ചെയ്യുന്നത് കോമ്പോസിഷൻ, അതായത് നമ്മൾ GST കളക്ട് ചെയ്യുന്നില്ല, പക്ഷെ ഒരു നിശ്ചിത ശതമാനം GST നമ്മൾ ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്നു. ആ ടൈപ്പുള്ള കാര്യങ്ങളാണ് ഇത്. ഇതിനെപ്പറ്റി ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങൾ GST കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അത് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നല്ല കാര്യമായിട്ട് മനസ്സിലാവും. റെഗുലർ സെസ് എന്ന് പറയുന്ന സെസ് സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്ക്
എന്താ പറയാ സപ്ലൈ നടത്തുന്നവർക്കുള്ള ടൈപ്പ് രജിസ്ട്രേഷൻ ഒക്കെയാണ്. ഇനി അതർ ടെറിട്ടറി, അതായത് ഇന്ത്യയുടെ പുറത്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടെറിട്ടറിയിലുള്ളവരാണോ SC എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി GST നമ്പർ, നിങ്ങൾ GST രജിസ്റ്റേർഡ് പാർട്ടി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു GST നമ്പർ ഉണ്ടാവും. ആ GST നമ്പർ ഇവിടെ കൊടുക്കുക. അത് കൊടുത്തില്ലെങ്കിൽ ഞാൻ നേരത്തെ എസ് ആണോ കൊടുത്തത്, അപ്പൊ GST ഈസ് നോട്ട് പ്രൊവൈഡഡ് എന്ന് പറഞ്ഞ് കാണിക്കും. ഈ പീരിയോഡിസിറ്റി, അതായത് നിങ്ങൾ GSTR1 GST പഠിച്ചവർക്ക് അറിയാം. GST സെയിൽസ് റിട്ടേൺ നമുക്ക് മന്ത്ലി ചെയ്യാം, ക്വാർട്ടർലി ചെയ്യാം. അതിനേതാന്നുള്ള അതാണ് ചോദിക്കുന്നത്. ഇനി കേരള ഫ്ലഡ് സെസ്, അത് നമ്മൾക്ക് അറിയാം 2018 നമുക്ക് കേരളത്തിലുള്ളവർക്ക് മറക്കാൻ പറ്റാത്തൊരു കൊല്ലമായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മുടെ കേരള എക്കണോമി വളരെ താന്നു പോയായിരുന്നു, പലരും പ്രശ്നപ്പെട്ടു. ആ സമയത്ത് നമ്മുടെ കേരള ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തൊരു സെസ് ആണ് കേരള ഫ്ലഡ് സെസ്. ഇപ്പോ ഇത് ആപ്ലിക്കബിൾ അല്ല. സോ യൂഷ്വലി നമ്മൾ നോയാണ് കൊടുക്കാറ്, അത് നോ തന്നെ കൊടുക്കുക. ഇതുണ്ടെങ്കിൽ ഒരു നിശ്ചയ റേറ്റ് നമ്മൾ ബില്ലടിക്കുമ്പോൾ ആ സെസ്സും കൂടി വരും എന്നുള്ളതാണ്. ഇനി ഇൻവോയ്സിങ്, ഞാൻ ക്ലാസ്സിലെ കുറച്ചു മുമ്പ് ഞാൻ സൂചിപ്പിച്ചായിരുന്നു. ഈ ഇൻവോയ്സിങ് 5 crore മുകളില്, ഇപ്പൊ ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് 5 crore മുകളില് ടേൺ ഓവർ ഉള്ള എല്ലാവർക്കും ഈ ഇൻവോയ്സിങ് എന്ന് പറയുന്ന ഇത് ആപ്ലിക്കബിൾ ആണ്. സോ ഇനി ഭാവിയിൽ അത് ചിലപ്പോ അതിന്റെ ലിമിറ്റ് ഇനിയും കുറയാം, കൂടത്തൊന്നുമില്ല, എന്തായാലും കുറയാനേ ചാൻസ് ഉള്ളൂ. 1 crore അല്ലെങ്കിൽ 2 crore ഒക്കെ ആവാം, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇൻവോയ്സിങ് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ടാലി സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിനുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഇൻവോയ്സിങ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും സാധാ ഇൻവോയ്സ് അല്ല, അത് GST സൈറ്റിൽ കയറി GSTയുടെ ഇൻവോയ്സിങ് പോർട്ടലിൽ കയറി ഫയൽ ചെയ്യേണ്ട, നമ്മൾ ജനറേറ്റ് ചെയ്യേണ്ട ഒരു ഇൻവോയ്സ് ആണ്. ടാലി സോഫ്റ്റ്വെയറിനുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ യെസ് ആക്കി കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ടാലിയിൽ നമ്മളൊരു ബില്ല് അടിക്കുമ്പോൾ തന്നെ അതിന് ഇൻവോയ്സിങ് ജനറേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. സോ ഇത് വളരെ ഒരു എന്താ പറയാ, നമ്മുടെ വർക്ക് ഒരു ബില്ലിംഗ് ചെയ്യുന്ന ഒരാളുടെ അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തുന്ന ഒരാളുടെ വർക്ക് വളരെയേറെ കുറച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പൊ വേറൊരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ ഈ ഒരു ഇൻവോയ്സിങ് എനേബിൾ ഇല്ലാത്തൊരു സോഫ്റ്റ്വെയർ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇവിടെ നിന്ന് ഒരു ഇൻവോയ്സ് അടിക്കുന്നു, അത് നമ്മൾ കൊടുക്കുന്നു, പിന്നെ ഈ ഇൻവോയ്സിങ് പോർട്ടലിൽ കയറിയിട്ട് വേറൊരു ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുന്നത് വളരെ ഡിഫിക്കൽട്ട് ആണ്. അത് ടാലി ബിൽഡ് ചെയ്തത് അല്ലെങ്കിൽ ടാലി ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർകാര് ചിന്തിച്ച് ഇങ്ങനെ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തേക്കാണ്. അതായത് നിങ്ങൾ ടാലിയിൽ ഒരു ബില്ല് അടിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇൻവോയ്സിങ് പോർട്ടലിൽ കയറുകയും നിങ്ങളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻവോയ്സിങ് ലോഗിൻ വെച്ചിട്ട് ഇൻവോയ്സിങ് പോർട്ടലിൽ കയറി അവിടെ ഓൾറെഡി ഒരു ഇൻവോയ്സ് ജനറേറ്റ് ആവുകയാണ്. ഇത് തന്നെയാണ് ഇ-വേ ബില്ലും. സോറി, എനിക്ക് ചെറിയൊരു കോൾഡ് ഉണ്ട്, അതിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്, എന്റെ സൗണ്ടിനും അതിൻ്റെതായ ഒരു പ്രശ്നമുണ്ട്, എല്ലാവരും ക്ഷമിക്കുക. സോ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇ-വേ ബില്ല്. നേരത്തെ പറഞ്ഞ ഇൻവോയ്സ് പോലുള്ള സെയിം സംഭവം തന്നെയാണ് ഇ-വേ ബില്ല്. അതായത് നമ്മളൊരു 50,000 മുകളില് വാല്യൂ ഉള്ള ഒരു ഗുഡ്സ് നമ്മുടെ കമ്പനി, നമ്മുടെ ഒരു ഫേമിൽ നിന്ന് നമ്മുടെ ഈ ഒരു കേരള സ്റ്റേറ്റിൽ തന്നെ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെങ്കിലും, ഇനി അതല്ല 50,000 ഏതൊരു ബില്ല് നമ്മൾ ഇന്റർ സ്റ്റേറ്റ്, അതായത് വേറൊരു സ്റ്റേറ്റിലേക്ക് സെയിൽ നടത്തുമ്പോഴും നമ്മൾ ഇ-വേ ബില്ല് എടുക്കണം എന്നുള്ളൊരു ഇതുണ്ട്. സോ നമ്മൾ ഇതില് ഇ-വേ ബില്ലിന്റെ ഇത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ, എസ് ആക്കി കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇ-വേ ബിൽ പോർട്ടലിൽ കയറിയിട്ട് ഇ-വേ ബില്ല് ഓട്ടോമാറ്റിക്കലി നമ്മളിവിടെ ബില്ല് അടിക്കുമ്പോൾ തന്നെ ഇ-വേ ബില്ല് ജനറേറ്റ് ആവുകയും നമുക്കത് അപ്പൊ തന്നെ നമ്മുടെ ട്രാൻസ്പോർട്ടർ, നമ്മുടെ വെഹിക്കിൾ കൊണ്ടുപോകുന്ന ആൾക്ക് കൊടുത്ത് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ സ്മൂത്ത്ലി റൺ ചെയ്യാൻ പറ്റും. സോ ഇത്രയധികം ഫീച്ചേഴ്സ് ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ടാലി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ,
അപ്പൊ ഇതും ആക്സെപ്റ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ നേരത്തെ പോയ ആ സെയിം ഫീച്ചറുള്ള ഇതിലേക്ക് പോകും. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് എനേബിൾ ടി ഡി എസിന്റെ കാര്യമാണ്. നമ്മൾ GST പറഞ്ഞ പോലെ തന്നെ ഇൻകം ടാക്സ് റിലേറ്റഡ് ആയ പല കാര്യങ്ങളും നമ്മുടെ ബിസിനസ്സിനെ അഫക്ട് ചെയ്യാറുണ്ട്. അതായത് അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് TDS എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, TDSല് 194Q എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അത് പറയുന്നത് എന്താന്ന് വെച്ചാൽ, നിങ്ങളിപ്പോ ഒരു 50 കഴിഞ്ഞ കൊല്ലം 10 crore മുകളിൽ ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിയാണ്, അല്ലെങ്കിൽ ഒരു ഫേം ആണെങ്കിൽ, അല്ലെങ്കിൽ അത് പോട്ടെ ഒരു ബിസിനസ് നടത്തുന്ന ഒരു എൻറ്റിറ്റി ആണെന്ന് വിചാരിച്ചോ. നിങ്ങൾ ഈ ഒരു കൊല്ലം 50 ഒരു പാർട്ടിക്ക് 50 lakhsന് മുകളിൽ സെയിൽ നടത്തുകയാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് TCS കളക്ട് ചെയ്യണമെന്നും, അതല്ല ഇനി ഒരു പാർട്ടിയുടെ കയ്യിൽ നിന്ന് 50 crores മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ആ പർച്ചേസ് ചെയ്യുന്നതിന് പേയ്മെന്റ് നടത്തുമ്പോൾ TDS പിടിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. സോ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഒരു പാർട്ടിയുടെ നിന്ന് 50 lakhsന് മുകളിൽ ഒരു പർച്ചേസ് നടത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് കഴിഞ്ഞിട്ടുള്ള പേയ്മെന്റ്സിനെല്ലാം നമ്മുടെ ടാലി സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കലി 0.1% TDS എന്താ പറയാ ബൈ ഡിഫോൾട്ട് അത് കളക്ട് ചെയ്യുന്നതാണ്. സോ നമ്മൾ പിന്നീട് നമ്മൾ അതിനെപ്പറ്റി എന്താ പറയാ അത് പിന്നെ അതിൻ്റെ ഉള്ള ഒരു ഗുണം എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ നമ്മുടെ കമ്പനി ഓഫ് കോഴ്സ് TDS ഒക്കെ ആപ്ലിക്കബിൾ ആണെങ്കിൽ എന്തായാലും നമുക്ക് ഓഡിറ്റ് ഉണ്ടാവും. സോ ഓഡിറ്റിന്റെ സമയത്ത് നമ്മൾ ലേറ്റ് ഫീയോ അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് പിന്നെ അടയ്ക്കേണ്ടി വരില്ല. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറിൽ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ടാലി നമ്മുടെ ട്രാൻസാക്ഷൻസിനെല്ലാം TDS പിടിക്കും എന്നുള്ളൊരു ഗുണമാണ്. ഇതിനെ പറ്റിയൊക്കെ നമുക്ക് ട്രാൻസാക്ഷൻസ് ഒക്കെ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ എന്തായാലും ഇതിനെ പറ്റിയൊക്കെ ഡീപ്പായിട്ട് പഠിക്കും. ഓക്കെ, സോ ക്ലാസ് എല്ലാം കേട്ടിരിക്കുക, മാക്സിമം ഇതെല്ലാം നോട്ട് ചെയ്ത് വയ്ക്കുക. നിങ്ങൾ എപ്പോഴും ജസ്റ്റ് കേൾക്കുക എന്നല്ല, പകരം ഒരു നോട്ട്ബുക്ക് എടുത്ത് ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത് നമ്മളൊരു TDS ഡിഡക്ടർ ആണെങ്കിൽ TDS ഡിഡക്ടർ കൊടുക്കേണ്ട കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അതായത് നമ്മൾ TDSന്റെ ടാൻ പോർട്ടൽ NSDL എന്ന് പറയുന്ന ഒരു പോർട്ടൽ ഉണ്ട്. അതിൽ നമ്മൾ TDS ഡിഡക്ടർ ആകുമ്പോൾ നമുക്ക് കുറച്ച് രജിസ്ട്രേഷൻ നമ്പർ, ടാൻ നമ്പർ, അതായത് നമ്മുടെ പാൻ നമ്പർ പോലെ തന്നെ TDS ഡിഡക്ട് ചെയ്യുന്നവർക്ക് ഒരു ടാൻ നമ്പർ ഉണ്ട്, അത് കൊടുക്കണം. പിന്നെ ഡിഡക്ഷൻ ടൈപ്പ് ഇൻഡിവിജ്വൽ ആണോ അത് കമ്പനി ആണോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് കമ്പനി എന്ന് പറയുന്ന ഒരു ഇതിലാണ് കൊടുക്കുന്നത്. നമുക്ക് ഏതെങ്കിലും ബ്രാഞ്ചോ ഡിവിഷനോ ഉണ്ടോ, നമ്മളിപ്പോൾ അതായത് ഇപ്പോൾ നമുക്ക് എറണാകുളത്ത് ഒരു ബ്രാഞ്ച് ഉണ്ട്, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് കോഴിക്കോട് ഒരു ബ്രാഞ്ച് ഉണ്ട്, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതാണ്. ഇത് ഓൾട്ടർ ചെയ്യാൻ ഇപ്പൊ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എന്തെങ്കിലും ഓൾട്ടർ ചെയ്യാൻ, അല്ലെങ്കിൽ പേഴ്സൺ റെസ്പോൺസിബിൾ, അതായത് സെറ്റ് ഓൾഡർ ഡീറ്റെയിൽസ് ഓഫ് പേഴ്സൺ റെസ്പോൺസിബിൾ, അതായത് TDS ഡിഡക്ട് ചെയ്യേണ്ട ആളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഓൾട്ടർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അത് വേണമെങ്കിൽ SI കൊടുക്കാം. അപ്പോൾ നമ്മുടെ അതായത് ഇവിടെ കൊടുക്കേണ്ടത് പുണ്യാൾ നഗർ ബത്തീസ്. കണ്ടോ, നേരത്തെ ഇൻഡിവിജ്വൽ ആണെങ്കിലാണ് മെയിനായിട്ട് ഇത് വരുന്നത്. ഇതല്ല, ഞാൻ കമ്പനി കൊടുത്തുകൊണ്ടാണ് ഇത് വരുന്നത്. അതായത് കമ്പനിയിലെ ഒരു ഡയറക്ടറിന്റെ പേരാണ് യൂഷ്വലി ഇവിടെ കൊടുക്കാറ്. ഞാൻ ജസ്റ്റ് പേര് ഒരു പുണ്യാളീസ് എന്ന് കൊടുത്തു. ഇത് ഫാദറിന്റെ പേര് കൊടുക്കുക, ഡെസിഗ്നേഷൻ, അതായത് ഡയറക്ടർ ആണെങ്കിൽ ഡയറക്ടർ, പിന്നെ ആ പുള്ളിയുടെ പാൻ ഉണ്ടെങ്കിൽ പാൻ, പിന്നെ ഫ്ലാറ്റ് നമ്പർ, ഇതൊക്കെ നമുക്ക് ആ ഡയറക്ടറിന്റെ ഇത് വെച്ചിട്ട് നമുക്ക് കൊടുക്കാം. ഞാനിപ്പോ ജസ്റ്റ് SK പഠിക്കുകയാണ്. ഇത് ഈ ഒരു ഓപ്ഷൻ ഞാൻ നോ ആയിട്ട് തന്നെ കൊടുക്കുകയാണ്. കണ്ടോ, ഇതാണ് എക്സംഷൻ ലിമിറ്റ്. ഇത് എന്താന്ന് ഉദ്ദേശിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 50 lakhsന് മുകളിലുള്ള. ഇനി നമുക്ക് ആ ഒരു ലിമിറ്റ്
ആ ലിമിറ്റ് വേണ്ട എന്നുള്ളതാണെങ്കിൽ ഇഗ്നോർ ചെയ്യുക. അവിടെ SI കൊടുത്താൽ ആ ലിമിറ്റ് കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. ഇത് സ്റ്റോക്ക് ഐറ്റത്തിനുള്ള TDSന്റെ കാര്യങ്ങളെ പറ്റി പറയുന്ന അത് എനേബിൾ ചെയ്യാനുള്ള ഒരു ഫീച്ചറാണ്. ഇത് ഞാൻ എൻ്റർ അടിക്കുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ എടുത്ത ഇനി TCSന്റെ കാര്യങ്ങളാണ്. അത് ഞാൻ നോ തന്നെ കൊടുക്കണം. TDSന്റെ ആ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് TCSലും വരിക. ഇനി വാറ്റ്, നിങ്ങളെല്ലാവരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് വാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നു എന്ന്. GST വന്നപ്പോൾ നമുക്കറിയാം വാറ്റ് എന്ന് പറയുന്ന ഒരു ടാക്സ് നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ബട്ട് ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഇന്ത്യയിൽ വാറ്റ് എന്ന് പറയുന്ന ടാക്സ് ആപ്ലിക്കബിൾ ആയ കുറച്ച് പാർട്ടീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കേരള ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ബിവറേജസ്, ആൽക്കഹോൾ എന്ന് പറയുന്നത് വാറ്റിന് നല്ലൊരു ഉദാഹരണമാണ്. ഇപ്പോഴും ബിവറേജസ് അല്ലെങ്കിൽ ബാറുകൾ ഇപ്പോഴും വാറ്റ് ഉപയോഗിക്കുന്നുണ്ട്. സോ അവർക്ക് ഉപയോഗിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇത്. പിന്നെ എക്സൈസ് ആണെങ്കിൽ അത് ഉപയോഗിക്കുന്ന ബിസിനസ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് എനേബിൾ ചെയ്യാം. പിന്നെ സർവീസ് ടാക്സ് ആണെങ്കിൽ സർവീസ് ടാക്സ് ഉള്ളൊരു ബിസിനസ് ആണെങ്കിൽ അത് എനേബിൾ ചെയ്യാം. ഇനി അടുത്ത ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഓൺലൈൻ ആക്സസിനെ പറ്റിയാണ് പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മള് ടാലി എന്ന് പറയുന്നതിൽ ഇഷ്ടം പോലെ റിപ്പോർട്ട്സ് ഉണ്ട്. ഫിനാൻഷ്യൽ ബാലൻസ് ഷീറ്റ് ആണെങ്കിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണെങ്കിലും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും അതുപോലെ തന്നെ കമ്പനിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്ടം പോലെ റിപ്പോർട്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. സോ നിങ്ങളിപ്പോ ഒരു കമ്പനി നടത്താണ്, നിങ്ങളുടെ കമ്പനി ഇന്ത്യയിലാണ്, പക്ഷെ നിങ്ങൾ താമസിക്കുകയും അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പൊ നിങ്ങളൊരു ബിസിനസ് ട്രിപ്പായിട്ട് ബേസ് ചെയ്ത് നിങ്ങൾ വിദേശത്താണെന്നായിരിക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കമ്പനിയുടെ റിപ്പോർട്ട്, ബാലൻസ് ഷീറ്റ്, P&L കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രൗസർ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽസിന്റെ റിപ്പോർട്ട്സിന് ആക്സസ് കിട്ടുന്നതാണ്. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് എനേബിൾ ടാലി നെറ്റ് സർവീസ് എന്ന് പറയുന്നത്. ഇത് വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ടാലി നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്ന. എന്നാൽ ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഓൺലൈനായിട്ടും വേറൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടാലി ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ഇതിന് എക്സ്ട്രാ പൈസ ചാർജ് ചെയ്യുന്നതാണ്. സോ ഇത് എനേബിൾ ചെയ്യണമെങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണലിൽ തന്നെ, അതായത് ഈ ടാലി പ്രൊവൈഡ് ചെയ്യുന്ന ഇഷ്ടം പോലെ സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. അതായത് നിങ്ങൾ ടാലി ആയിട്ടുള്ള കുറെ ടെക്നിക്കൽ കാര്യങ്ങൾ, കസ്റ്റമൈസേഷൻ, നിങ്ങളുടെ ബിസിനസ് രീതിയിൽ നമുക്കിത് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനത്തെ പല പല സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇഷ്ടം പോലെ സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. സോ അവരെ സമീപിക്കുക. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ടാലി ആക്സ് ചെയ്യണം എന്നുള്ളത് പറയുകയാണെങ്കിൽ അവർ ഈ ഒരു ഓപ്ഷൻ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ്. ഞാൻ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പറയണം എന്ന് വിചാരിച്ചതാണ്, ബട്ട് വിട്ടുപോയി. വേറൊന്നല്ല, ഞാൻ ഈ ടാലി എങ്ങനെ ഉപയോഗിക്കണം എന്നും അത് എങ്ങനെ ഡേ ടു ഡേ കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് ഒരു ബിസിനസ്, ഒരു അക്കൗണ്ടന്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഒരിക്കലും ടെക്നിക്കൽ കസ്റ്റമൈസേഷൻ, ടാലിയുടെ കസ്റ്റമൈസേഷൻ അല്ലെങ്കിൽ എന്താ പറയാ എങ്ങനെ ടെക്നിക്കൽ പരമായ കാര്യങ്ങളൊന്നും ഞാൻ ഈ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഐ എം സോറി. അതൊക്കെ എപ്പോഴും ഒരു സർവീസ് പ്രൊവൈഡറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്. നിങ്ങളൊരു ബിസിനസ് ആണെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ഓൺലൈൻ, ഞാൻ നേരത്തെ കാണിച്ച സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ബട്ട് ടു ബി ബെറ്റർ, നിങ്ങൾക്ക് ഇത്തിരി കൂടി എന്താ പറയാ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കുറെ കസ്റ്റമൈസേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പ്രിഫറബിളി നിങ്ങളൊരു സർവീസ് പ്രൊവൈഡറിനെ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ ഒരു രീതിയിൽ നിങ്ങൾ ടാലി ലൈസൻസ് എടുക്കുക എന്ന് പറയുന്നതാണ് ഞാൻ ഇപ്പോൾ പ്രിഫർ ചെയ്യാറുള്ളത്. സോ നിങ്ങളുടെ ബിസിനസ് അനുസരിച്ച് നിങ്ങൾക്ക് ടാലി കസ്റ്റമൈസ് ചെയ്യാനും പറ്റുന്നതാണ്. ജസ്റ്റ് ഒരു സജഷൻ തന്നുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ വേണ്ട. അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ടാലിയിൽ വളരെ വളരെ എന്താ പറയാ
എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ട ഒരു ഓപ്ഷനാണ് പേറോൾ എന്ന് പറയുന്നത്. പേറോൾ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നിങ്ങളുടെ എംപ്ലോയീസിന്റെ അറ്റൻഡൻസ് കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്യാനും സാലറി ഒക്കെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അറ്റൻഡൻസ് വെച്ചുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി കമ്പ്യൂട്ട് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അക്കൗണ്ടിലേക്ക് തന്നെ എന്താ പറയാ ഓട്ടോമാറ്റിക്കലി വരാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് ഈ പേറോൾ എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പേറോൾ സെക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇനി നെക്സ്റ്റ് അതേഴ്സ് എന്ന് പറയുന്നത്, അതായത് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഒരു പാർട്ടി ഒരു പേയ്മെന്റ് തരാനുണ്ട്, അപ്പൊ അതിന് QR കോഡ് എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ അഡ്രസ്സ്, നിങ്ങൾക്ക് പല പല അഡ്രസ്സ് ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങള്. മോഡിഫൈഡ് വൗച്ചർ, നിങ്ങളിപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോ ഓഡിറ്റ് പുതിയൊരു ഓഡിറ്റ് റിലേറ്റഡ് ഓഡിറ്റേഴ്സിന് പുതിയൊരു ലോ വന്നിട്ടുണ്ട്. അതായത് ട്രാക്ക് ചെയ്യുക, അതായത് നിങ്ങളിപ്പോ ഒരു ഓഡിറ്റിന് തന്ന ശേഷം എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് കാര്യങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് ആറ്റിൽ വരുത്തുന്നുണ്ടെങ്കിൽ അത് ട്രാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു ഫീച്ചർ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയൊരു പ്രൊവിഷൻ നമ്മുടെ കമ്പനി ലോയിൽ വന്നിട്ടുണ്ട്. സോ അതുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ഇത്. സോ ഇതെല്ലാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ നോക്കിയാൽ പുണ്യാളൻ അഗർബത്തീസ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനി ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ഓക്കെ, ഇനി ഈ കമ്പനിയുടെ ബാക്കപ്പ് അല്ലെങ്കിൽ ഡാറ്റ എവിടെയാണ് കിടക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ കാണിച്ചു തരാം. സോറി, ഞാൻ ഇവിടെ ഒരു നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എൻ്റെ ഡെസ്ക്ടോപ്പിൽ പുണ്യാളൻ അഗർബത്തീസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട്. അതിൽ ഇതിങ്ങനത്തെ ഒരു ഫോൾഡർ വന്നിട്ടുണ്ടാവും. ഇതാണ് നിങ്ങളുടെ കമ്പനി. നിങ്ങൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ഈ ഒരു ബാക്കപ്പിലായിരിക്കും വരുന്നത്. സോ നിങ്ങളുടെ ഇപ്പോൾ ഓഡിറ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഇത് ചോദിക്കുകയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ ഇത് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യും, നമ്മൾ അതിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ആ സമയത്ത് കാണാം. ഓക്കെ, നമ്മൾ ഇത്രയും നേരം സംസാരിച്ചിരുന്നത് ജസ്റ്റ് ഈ കമ്പനി എന്ന് പറയുന്ന ഫീച്ചറിലെ ആദ്യത്തെ ഓപ്ഷൻ, ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ എന്റെ ക്ലാസിന്റെ ഒരു സ്റ്റൈലും നിങ്ങൾക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ടാവും. ഞാൻ അത്യാവശ്യം ബേസ് ആയിട്ട് ഏതൊരു ചെറിയ, അതായത് ഒരു ടാലിയെ പറ്റി ഒരു ബേസിക് നോളജ് പോലും ഇല്ലാത്ത ഒരാൾക്ക് ടാലിയെ പറ്റി എങ്ങനെ അറിയാം അല്ലെങ്കിൽ അതിൽ ഒരു എക്സ്പേർട്ട് ആവുക എന്നുള്ള രീതിയിൽ ബേസ് ലെവലിലായിരിക്കും ഞാൻ എന്റെ ക്ലാസ് എടുക്കുക. കുറച്ച് ലാഗ് ഉണ്ടാവും, അതെനിക്കറിയാം. ബട്ട് മാക്സിമം ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ ഞാൻ ക്ലാസ് എടുക്കാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതാണ്. സോ അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൾട്ടർ ആണ്. നമ്മളിപ്പോ ഒരു കമ്പനി നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ഇനി അതിൽ നമുക്ക് എന്തെങ്കിലും ഓൾട്രേഷൻ, നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എന്തെങ്കിലും ഒരു ഓൾട്രേഷൻ ചെയ്യണമെങ്കിൽ ഈ ഓൾട്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഞാനിവിടെ ഓൾറെഡി ഒരു ABC എന്ന് പറയുന്ന ഒരു കമ്പനി ഞാൻ ഓൾറെഡി എൻ്റെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ അത് ഇവിടെ വരും. നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്ത പുണ്യാളൻ അഗർബത്തീസും, അതായത് ഇതിൽ വരുന്നത് മെയിൻ ആയിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞില്ല 2-3 കമ്പനീസ് ഒരേ ടൈം നമുക്ക് വർക്ക് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഈ 2 കമ്പനീസ് ഓൾറെഡി ഇവിടെ ഓപ്പൺ ആണ്, എൻ്റെ ടാലിയിൽ ഓൾറെഡി ഓപ്പൺ ആണ്. സോ അതുകൊണ്ടാണ് ആ ഓൾട്ടറിന്റെ ഓപ്ഷനിൽ ആ 2 കമ്പനീസ് വരുന്നത്. നിങ്ങൾക്ക് ഈ കമ്പനീസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പോ ഇപ്പൊ ട്രാൻസാക്ഷൻ എൻട്രി ചെയ്താൽ അത് വരുന്നത് പുണ്യാളൻ അഗർബത്തീസ് എന്ന് പറയുന്ന കമ്പനിയിലായിരിക്കും. ഇനി അല്ല, നിങ്ങൾക്ക് ABC എന്ന് പറയുന്ന കമ്പനിയിലാണ് നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ എൻട്രി ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ, അത് മാറി, പുണ്യാളൻ അഗർബത്തീസ് മാറി ABC എന്ന് പറയുന്ന കമ്പനിയാവും. ഓക്കെ, ഞാൻ ഇത് പറഞ്ഞത് ജസ്റ്റ് നേരത്തെ ഓൾട്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ വന്നപ്പോൾ 2 കമ്പനി വന്നു എന്നുള്ളത് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ.
അപ്പൊ ഇതിലെങ്ങനെയാണ് നമ്മൾ കമ്പനി സെലക്ട് ചെയ്യാന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ. അതല്ലാതെ വേറെ ഓപ്ഷൻസ് ഉണ്ട്, അതിന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഞാൻ നേരത്തെ കൊടുത്ത ഡീറ്റെയിൽസ് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഇങ്ങനെ ഓൾട്ടർ കമ്പനി എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തിട്ട് ഞാൻ എന്റെ കമ്പനിയെ സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ നേരത്തെ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും വരും. ഇതിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ എഡിറ്റ് ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എസ്കേപ്പ് അടിച്ച് ബാക്ക് പോവുകയാണ്. അടുത്തത് ചേഞ്ച് ചെയ്യുക. അതായത് വേറൊന്നുമല്ല, ഞാൻ നേരത്തെ കാണിച്ച പോലെ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഓപ്ഷൻ, ഇങ്ങനെ ഒരു ഫീച്ചർ വഴി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് ചേഞ്ച് ചെയ്യാം. ഇതിലുള്ള വേറെ 2-3 കാര്യങ്ങൾ പറഞ്ഞാൽ, ഒന്ന് ഇവിടെ തന്നെ നമുക്ക് ഒരു കമ്പനി തന്നെ ക്രിയേറ്റ് ചെയ്യാം, ഓർഡർ ചെയ്യാം, ഇനി സെലക്ട് ചെയ്യാം. അതായത് നമ്മളുടെ ഞാൻ നേരത്തെ കാണിച്ച പുണ്യാള അർബത്തീസ് എന്ന് പറയുന്ന കമ്പനി എന്റെ ഈ ഒരു ഫോൾഡറിലാണ് കിടക്കുന്നത്. ഇനി എന്റെ വേറൊരു ഫോൾഡറിൽ വേറൊരു കമ്പനി ഉണ്ട് ഏറ്റവും, അതെനിക്ക് ഓപ്പൺ ചെയ്യണമെങ്കിലും ഇതിൽ പറ്റും. അതായത് സെലക്ട് കമ്പനി കൊടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ കുറെ ഓപ്ഷൻ വരും. അപ്പോൾ ഇതിൽ നിന്ന് സെലക്ട് സ്പെസിഫൈ പാത്ത് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ സ്പെസിഫൈ പാത്തില് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ, ഈ പുണ്യാള അർബത്തീസിൽ കാണിച്ചതുപോലെ തന്നെ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു കമ്പനി ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒരു കമ്പനി ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇതിലൊരു കമ്പനി ഉണ്ട്, ഇതൊരു കമ്പനിയാണ്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ആ പാത്ത് ഇവിടെ കൊടുക്കുകയാണ്. കണ്ടോ, ITM എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. സോ ആ കമ്പനിയുടെ പാത്ത് അവിടെ വരും. അത് സെലക്ട് ചെയ്ത ITM എന്ന് പറയുന്ന കമ്പനിയും കൂടി ഇവിടെ തെളിഞ്ഞു വരും. നമുക്കതിൽ ട്രാൻസാക്ഷൻസും മറ്റു കാര്യങ്ങളും നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ഫീച്ചറും കൂടി ആ ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതായത് ഷട്ട് കമ്പനി. അതായത് ഇപ്പൊ ഈ ABC എന്ന് പറയുന്ന കമ്പനി ഞാൻ ഉപയോഗിക്കുന്നില്ല, എനിക്ക് ഇത് ക്ലോസ് ചെയ്യണം. സോ ഞാൻ ഷട്ട് കമ്പനി കൊടുക്കുകയാണ്. ഇതിൽ 2 ഓപ്ഷൻ ഉണ്ട്, പുണ്യാളനാവതി ABC കമ്പനി. ABC കമ്പനി സെലക്ട് ചെയ്യണം. അപ്പൊ ഇവിടെ ഒരു ചോദ്യം ചോദിക്കും, എല്ലാ റിപ്പോർട്ട്സും വൗച്ചേഴ്സ് എല്ലാം ഷട്ട് ചെയ്യാമോ? ഞാൻ എസ് കൊടുക്കുകയാണെങ്കിൽ കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ABC എന്ന് പറയുന്ന കമ്പനി പോയി. ഞാൻ സെലക്ട്, പിന്നെ എനിക്ക് അതായത് ഞാൻ ഡിലീറ്റ് ആയി എന്നല്ല ഞാൻ പറയുന്നത്, ആ കമ്പനിയുടെ ബാക്കപ്പ് എന്റെ ടാലിയിൽ നിന്ന് പോയി. നമുക്കത് ചെയ്യണമെങ്കിൽ ഇനി സെലക്ട് ചെയ്ത് ആ കമ്പനിയുടെ പാത്ത്, ആ കമ്പനി എവിടെയാണ് ഇരിക്കുന്നത് ആ പാത്ത് കോപ്പി ചെയ്ത് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ കമ്പനി പിന്നെയും റീസ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആ സെയിം ഓപ്ഷൻ ആണ്. നമുക്കൊരു കമ്പനി സെലക്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഇവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ട്, സെലക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ, അതിൽ സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ABC ലിമിറ്റഡ് പോയല്ലോ, അതിനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്, ഷട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇത് ഈ ഒരു ടൈലിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചേഞ്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്താൽ തന്നെ നിങ്ങൾക്ക് ഈ എല്ലാ ഓപ്ഷനും സെലക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ എല്ലാം കിട്ടും. പിന്നെ ഇതിൽ ജസ്റ്റ് ഒരു എന്താ പറയാ, ഒരു സെപ്പറേറ്റ് ഒരു ഓപ്ഷൻ ആയിട്ട് കൊടുത്തു എന്ന് മാത്രം. അടുത്തതായിട്ട് കാണാൻ പോകുന്നത് കണക്ട് ഓൺലൈൻ ആക്സസ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, അതായത് നിങ്ങൾക്ക് ഒരു വേറൊരു സ്ഥലത്ത്, നിങ്ങൾ ഇപ്പൊ ഒരു ഓഫീസിലില്ല, നിങ്ങളിപ്പോ ഒരു പുറത്ത് നിങ്ങളുടെ വീട്ടിൽ നിന്നാണ് ചെയ്യുന്നതെന്ന് അർത്ഥം. നിങ്ങൾക്ക് നിങ്ങളുടെ ടാലി ആക്സസ് ചെയ്യണമെങ്കിൽ ഓൺലൈനായിട്ട് കണക്ട് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു. സോ അതിനുള്ളൊരു ഓപ്ഷനാണ് ഈ കണക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ. റിമോട്ട് ആക്സസ് എന്ന് പറയുന്നത് കണ്ടോ, നെറ്റ് ID ഒക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ ടാലി പ്രൈം നിങ്ങൾക്ക് എന്താ പറയാ, ഓൺലൈൻ ഓപ്ഷൻ എന്ന പോലെ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഓക്കെ, ഇതെല്ലാം ഈ കണക്ട് ഓൺലൈൻ ആക്സസ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന പല പല ഓപ്ഷൻസ് ആണ്. ബ്രൗസർ വഴിയാണെങ്കിലും റിമോട്ട് ആക്സസ് ആണെങ്കിലും അതൊക്കെ തന്നെയാണ്. ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടു, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഇനി വേണമെങ്കിലും
ഇതിന്റെ ഫീച്ചേഴ്സ് ഓൾട്ടർ ചെയ്യാന്ന്. അങ്ങനെ ഓൾട്ടർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ ഈ ഒരു കമ്പനി എന്ന് പറയുന്നതിൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ നേരത്തെ കണ്ട സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇതേക്കണ്ടോ ഈ കോൺഫിഗറിൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ ഇത് ഒന്ന് ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. എസ്കേപ്പ് അടിച്ചിട്ട് ഒന്നും കൂടി ബാക്കി ഫീച്ചേഴ്സിലേക്ക് പോകുന്നത്. അടുത്തൊരു ഫീച്ചറാണ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു MNC ആണെങ്കിലും ഒരു ബിസിനസ് ആണെങ്കിലും അവരുടെ ഫിനാൻഷ്യൽ ഡാറ്റ എന്ന് പറയുന്നത് അപ്മോസ്റ്റ് സീക്രട്ട് ആണ്. അത് തെഫ്റ്റ് അല്ലെങ്കിൽ വേറൊരാള് പുറത്തുനിന്ന് വന്ന ഒരാള് നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്കപ്പ് എടുത്തുകൊണ്ട് പോവുക, അങ്ങനത്തെ ഇഷ്ടം പോലെ, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാ, നിങ്ങൾ ഓഡിറ്റിന് കൊടുക്കുമ്പോഴൊക്കെ, അല്ലെങ്കിൽ ഓഡിറ്റിന് കൊടുക്കുമ്പോൾ നോർമലി ഉണ്ടാവില്ല, സേഫ് ആയിരിക്കും. ബട്ട് ഇപ്പൊ GST ഫയലിങ്ങിന് വേണ്ടി നിങ്ങളുടെ GST പ്രാക്ടീഷണറിൽ നിങ്ങളുടെ ടാലി ബാക്കപ്പ് കൊടുത്തിട്ടാണ്. അപ്പൊ നിങ്ങളുടെ എന്താ പറയാ, അത് വേറെ, അത് അവിടുത്തെ എംപ്ലോയീസ് അല്ലെങ്കിൽ അത് നമ്മൾ നമ്മൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് നമ്മുടെ ഫിനാൻഷ്യൽ ഡാറ്റ അറിയണ്ട എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് ടാലിയിൽ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറ്റും. ആ പാസ്വേഡ് സെറ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതിൽ നമുക്ക് യൂസർ നെയിമും പാസ്വേഡും നമുക്ക് സെറ്റ് ചെയ്യാം. അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ടാലി ഡാറ്റയിലേക്കുള്ള ആക്സസ് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ടാലി വോൾട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ടാലി വോൾട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചും കൂടി നമ്മുടെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. അതായത് നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ ബാക്കപ്പ് ഒരു വോൾട്ട്, ടാലി വോൾട്ട് എന്ന് പറയുന്ന ഒരു വോൾട്ടിൽ സെക്യൂർ ആയിരിക്കും. അപ്പോൾ അൺഓതറൈസ്ഡ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും എന്താ പറയുക, ഒരു ബ്രേക്കിംഗ് കാണുകയാണെങ്കിൽ നമ്മുടെ ഈ വോൾട്ടിൽ നിന്ന് ഈ ടാലി ബാക്കപ്പ് നമ്മുടെ ഈ ടാലി വോൾട്ടിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങളുടെ കമ്പനി അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ ഡാറ്റ ഫുള്ളി പോയി എന്നാണ് അർത്ഥം. അതൊരു സേഫ്റ്റി മെഷർ ആയിട്ട് വയ്ക്കുന്നതാണ് ടാലി വോൾട്ട്. നമ്മുടെ വീട്ടിൽ ലോക്കർ ഒക്കെ ഉള്ളത് പോലെ തന്നെ ഒരു റെസ്ട്രിക്റ്റഡ് ആക്സസ് കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ് ഇത്. ഓൺലൈൻ ആക്സസ് എന്ന് പറയുന്നത് ഈ മോളിൽ കാണിച്ചിരിക്കുന്ന കണക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാനുള്ള ഒരു ഇതാണ് ഓൺലൈൻ ആക്സസ് എന്ന് പറയുന്നത്. സോ ഞാൻ പറയാൻ വിട്ടുപോയി, അതായത് എൻ്റെ ക്ലാസ്സസ് എപ്പോഴും യൂഷ്വലി 1 hour ആയിരിക്കും. കാരണം 1 hourൽ കൂടുതൽ ഒരു ക്ലാസ് എടുത്താൽ, ഞാൻ കുറെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തതാണ്, അപ്പോ എനിക്കറിയാം 1 hourൽ കൂടുതൽ ക്ലാസ് എടുത്താൽ നല്ല ബോറായിരിക്കും. സോ എൻ്റെ ക്ലാസ് എല്ലാം മാക്സിമം ഞാൻ 1 hourൽ തന്നെ ഒതുക്കാൻ, അല്ലെങ്കിൽ 1.5 hours ഒതുക്കാൻ ഞാൻ മാക്സിമം നോക്കും. മതി, ഒരു ദിവസം എൻ്റെ ഒരു ക്ലാസ് കണ്ടാൽ മതി, നിങ്ങൾക്ക് അത്യാവശ്യം ഇൻഡെപ്റ്റ് ആയിട്ട് നോളജ് കിട്ടും. സോ ടാലിയെ പറ്റിയൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാനും പറ്റും. പിന്നെ എൻ്റെ ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ജസ്റ്റ് ഇത് കേട്ടുകൊണ്ടിരിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ലൈസൻസിൽ ഒരു എഡ്യൂക്കേഷൻ മോഡ് എന്ന് പറയുന്ന ഒരു മോഡുണ്ട്. അപ്പൊ നിങ്ങൾ ഇന്ന് തന്നെ പറ്റുമെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, ടാലി നിങ്ങളുടെ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്യുക. ഈ എഡ്യൂക്കേഷൻ മോഡിൽ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ തന്നെ ഒരു കമ്പനി ജസ്റ്റ് ഒരു രസത്തിന് ഇഷ്ടമുള്ള ഒരു പേര് കിട്ടോ, നിങ്ങൾ തമാശക്ക് നിങ്ങൾ ദാക്ഷായണി ബിസ്ക്കറ്റ് എന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്ത് ഒരു കമ്പനിയുടെ പേര് ഇട്ടിട്ട് വേണമെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുക. അതിൽ പല പല ഫീച്ചേഴ്സും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അത് എന്തൊക്കെയാണ് നിങ്ങളുടെ കമ്പനീനെ അഫക്റ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും എന്താ പറയാ, ഞാൻ ഇപ്പൊ ഒരു ക്ലാസ് കേട്ടുകൊണ്ട് നിങ്ങൾ ഒരു എക്സ്പേർട്ട് ആവും എന്നൊന്നുമില്ല. പ്രാക്ടീസ് ചെയ്ത് സ്പീഡപ്പ് ആക്കി എടുക്കുക. നിങ്ങൾ ടാലി സോഫ്റ്റ്വെയറിനെ മാക്സിമം പരിചയപ്പെട്ട് മാക്സിമം സ്പീഡപ്പ് ആക്കി നിങ്ങളുടെ വർക്കിംഗ് സ്പീഡപ്പ് ആക്കിയാലേ നിങ്ങളൊരു ടാലി എക്സ്പെർട്ട് നോളജ് കിട്ടുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. ഇത്ര നേരം കേട്ടതിന് താങ്ക്സ്. നമുക്ക് അടുത്ത വീഡിയോസിൽ ടാലിയെ പറ്റി പല പല അഡീഷണൽ ഫീച്ചേഴ്സും അതിന്റെ പല മറ്റു ഗുണങ്ങളും മറ്റ്
ഫീച്ചർ മറ്റു ഉപയോഗങ്ങളും നമുക്ക് കണ്ടുവരിക്കാം. അതുവരെ താങ്ക് യു. താങ്ക് യു.